നമുക്ക് അന്യൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇത് കൈപ്പക്കായാണ്. കൈപ്പക്കായ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്കിന്ന് അച്ചാർ ഉണ്ടാക്കാം. അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. തുള്ളി, പച്ചമുളക്, വേപ്പില അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അത് എണ്ണയിലാണ് ആദ്യം ഞാൻ വറുത്തെടുക്കണത്. അപ്പോൾ അത് കാണിച്ചു തരാം. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. അതായത് ഈ കൈപ്പയ്ക്ക വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുത്തു. അങ്ങനെ നന്നായിട്ട് അതിനെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. അതിന് ശേഷം അതേ പാനിൽ തന്നെ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ. വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലോണം വറുത്ത് എടുത്ത് വന്നിട്ടുണ്ട്. നല്ല മുരമുരാന്നായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക്, ഉലുവയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒന്ന് മൂത്ത് വന്നപ്പോൾ പച്ചമുളകും വേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കുന്ന പോലെ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ചിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ സാമ്പാർ പൊടിയാണ്, ഇത്തിരി ചാറ് കുറുത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കായം പൊടിയും ചേർത്ത് കൊടുത്തു. അതിലേക്ക് വിനേഗർ ഒഴിച്ചു കൊടുത്തു. അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്പുണ്ടാവില്ല വെള്ള കയ്പയ്ക്ക്, എന്നാലും പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കയ്പയ്ക്കയുടെ ചിപ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് എന്നാ പറയാ. ഒരു കയ്പും ഒന്നുമില്ല. അപ്പോൾ ഇനി കയ്പക്കായ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. കയ്പക്കായുടെ 3 വിഭവങ്ങളാണത്.